ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു എല്ലുകറിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടായാലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാനിവിടെ 1 kg ബീഫിൻ്റെ എല്ലെടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്, ഒരു സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് ഒരു തക്കാളി നീളത്തി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 10 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ നാടൻ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഈ ബീഫൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഈ ബീഫ് ഇളക്കിയെടുത്ത പാത്രത്തിലോട്ട് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളമാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഒരു 4 വിസിൽ വന്നാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വിസിലൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം.
അങ്ങനെ നമ്മുടെ നാടൻ എല്ലുകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായ കപ്പ പുഴുങ്ങിയത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും വഴറ്റിയായിരിക്കും ചേർക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഞാൻ പച്ചക്കാണ് ചേർത്തേക്കുന്നത്. അതാണ് ഈ കറിയുടെ പ്രത്യേകത. വളരെ എളുപ്പം, സമയം തീരെ വേണ്ടി ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട്